റഷ്യൻ അനുകൂലികൾ യുക്രൈൻ നഗരമായ സ്ലാവിയാൻസ്കയിലെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുത്തിരുന്നു. നിരവധി യുക്രൈൻ വിരുദ്ധ പ്രക്ഷോഭകരാണ് പുതിയ സാഹചര്യത്തിൽ മേഖലയിൽ തടിച്ചുകൂടുന്നത്. സായുധരായ ഇവർ നഗരത്തിലേക്കുള്ള കവാടങ്ങളിൽ ബാരിക്കേഡുകൾ നിർമ്മിച്ച് ചെറുത്തുനിൽപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിമതർക്കെതിരെ പൂർണ്ണതരത്തിലുള്ള സൈനിക നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രസിഡന്റ് ഒലക്സാണ്ടർ ടർച്ചിനോവ് അറിയിച്ചു. യുക്രൈനെ അസ്ഥിരപ്പെടുത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ ചെറുത്തുതോൽപ്പിക്കുമെന്നും ടർച്ചിനോവ് പറഞ്ഞു. з місцевих мешканців, обдурених російською пропагандою. Кров пролилась на війні. യുക്രൈനിലെ പുതിയ സംഭവ വികാസങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉടൻ ഇടപെട്ടേക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോൺ ബൈഡൻ ഈ മാസം 22-ന് യുക്രൈൻ സന്ദർശിക്കുന്നുണ്ട്. യുക്രൈന്റെ പുതിയ തീരുമാനം ക്രിമിനൽ ഉത്തരവാണെന്ന് റഷ്യ പ്രതികരിച്ചു. റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർക്ക് നേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ആഭ്യന്തര സംഘർഷം തടയാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും റഷ്യ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1.